ഫോൺ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നു, അല്ലെങ്കിൽ ഫോൺ പെട്ടെന്ന് ചൂടാവുന്നു, ഈ ഫോൺ മാറ്റി മറ്റൊരു പുതിയ ഫോൺ വാങ്ങണം എന്ന് ചിന്തിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫോൺ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നു എന്ന് പറഞ്ഞ് പുതിയ ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പലർക്കും തോന്നുന്നത് നമ്മളുടെ ബാറ്ററി കേടായി എന്നാണ്. പക്ഷേ സത്യത്തിൽ ഹിഡൻ സെറ്റിംഗ്സ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ടെക്നോളജി ഒന്നും വേണ്ട, നിങ്ങൾ സിമ്പിൾ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ ബാറ്ററിയും ഡാറ്റയും നിങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെടുന്നത് പ്ലേ സ്റ്റോർ വഴിയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബാറ്ററിയും ഡാറ്റയും ഒരുപാട് ആവശ്യമില്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഔട്ടോ അപ്ഡേറ്റ് ഓൺ, ബാക്ക്ഗ്രൗണ്ട് ചെക്സ്, നോട്ടിഫിക്കേഷൻ ചെക്കിംഗ്, സെക്യൂരിറ്റി സ്കാൻസ്, ഇവ എല്ലാം ഡിഫോൾട്ടായി ഓൺ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ നമുക്ക് എങ്ങനെ ക്ലിയർ ആക്കി നമ്മളുടെ ബാറ്ററിയും ഡാറ്റയും എങ്ങനെ നമ്മൾക്ക് കൂടുതൽ സേവ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണാം. അതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഈ വന്ന ഇന്റർഫേസിൽ നിങ്ങൾ ജനറൽ ഓപ്പൺ ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം ഡിഫോൾട്ടായി ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇവിടെ നിന്ന് ഓൺ ആയാൽ പ്ലേ സ്റ്റോർ ബാക്ക്ഗ്രൗണ്ടിൽ തുടരെ ചെക്ക് ചെയ്യും. അപ്ഡേറ്റ് ഉണ്ടോ, ഓഫർ ഉണ്ടോ, നോട്ടിഫിക്കേഷൻ അയക്കണോ. ഈ ചെക്കിംഗ് പ്രോസസ്സ് CPU പ്ലസ് ഇന്റർനെറ്റ് പ്ലസ് ബാറ്ററി യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളുടെ ബാറ്ററിയും ഡാറ്റയും പെട്ടെന്ന് തീർന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഓപ്ഷൻ എല്ലാം നിങ്ങൾ ഇതുപോലെ ഓഫ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്ഷൻ മാത്രം ഓൺ ചെയ്ത് വെക്കാം. ഇത് ഓപ്ഷനബിൾ ആണ്, കാരണം ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പേയ്മെന്റ് അലേർട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി കുറയുകയും ചെയ്യും. നമ്മളുടെ ബാറ്ററി പ്ലസ് ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനും വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് വന്നതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഔട്ടോ അപ്ഡേറ്റ് ആപ്സ്, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇതാണ് ഇതിലെ മെയിൻ വില്ലൻ. ഇതിൽ നിങ്ങൾ ഡോണ്ട് ഔട്ടോ അപ്ഡേറ്റ് ആപ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം ഔട്ടോ അപ്ഡേറ്റ് ഓൺ ആണെങ്കിൽ ആപ്സ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് നടക്കുകയും ചെയ്യും, ബാറ്ററി പ്ലസ് ഡാറ്റ ഡ്രെയിൻ ചെയ്യും. ഓഫ് ആക്കിയാൽ നിന്റെ കയ്യിലായിരിക്കും കൺട്രോൾ. വൈഫൈയിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യാം, ബാറ്ററി സേവ് ചെയ്യുകയും ചെയ്യാം. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്ലേ പ്രൊട്ടക്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ശേഷം ഇതിന്റെ മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓഫ് ചെയ്തു വെക്കുക. ഈ ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പ് സ്കാൻ ചെയ്യും, കണ്ടിന്യൂസ്ലി സെക്യൂരിറ്റി ചെക്ക് ചെയ്യും. സേഫ് ആണ്, പക്ഷേ ബാറ്ററി ഡ്രെയിൻ കൂടും. ഓഫ് ആക്കിയാൽ അൺനെസസറി സ്കാൻ കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബാറ്ററിയും ഡാറ്റയും സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ഇവിടുന്ന് ഓഫ് ആക്കുമ്പോൾ അൺനോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്പ് എല്ലാം സേഫ് ആണ്. ഇനി പുറമേ നിന്നുള്ള ഒരു APK ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആവുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഇൻക്രീസ് ചെയ്യും, ഫോൺ ഹീറ്റ് കുറയും, പെർഫോമൻസ് സ്മൂത്ത് ആവും, ഡാറ്റ യൂസേജ് കുറയുകയും ചെയ്യും. ഞാൻ പേഴ്സണലി ഇത് ടെസ്റ്റ് ചെയ്തതാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് നിങ്ങൾ കമന്റിൽ പറയൂ. ഇത്തരത്തിലുള്ള ഹിഡൻ സെറ്റിംഗ്സ് അറിയാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.